മോർണിംഗ്. ഞാൻ സാറിനെ തന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്ത് പണിയാ സാറേ കാണിച്ചത്? കഷ്ടപ്പെട്ട് ഹോട്ടൽ റെയ്ഡ് ചെയ്ത് പാർട്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തത് ഞാൻ. എന്നിട്ട് അവസാനം പത്രത്തിൽ വന്നിരിക്കുന്നത് സാറ് പിടിച്ചതായിട്ട്. സാർ ആ സമയത്ത് ഇവിടെ ഓഫീസിൽ നിന്ന് ക്രിക്കറ്റ് കമന്ററി കേൾക്കായിരുന്നില്ലേ? അതെ, അതിന് താനെന്തിനാ എത്ര വിഷമിക്കുന്നേ? ഇത് കണ്ടോ, നഗരത്തിൽ കള്ളക്കടത്ത് വേട്ട. നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിലെ ഒരു മുറിയിൽ നിന്നും 4.5 ലക്ഷം രൂപ വില വരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ കസ്റ്റംസ് സൂപ്രണ്ട് നാണക്കുട്ടൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതൊരു വലിയ ചതിവായി പോയി സാറേ. ജോലിയെ കയറിയിട്ട് ആദ്യമായിട്ട് പിടിച്ചൊരു കോള് മനസ്സറിയാതെ പോവെന്ന് വെച്ചാ. ഇങ്ങോട്ട് നോക്ക്, താൻ തീരെ ചെറുപ്പമാ, സർവീസ് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സർവീസിൽ കയറി ഇടയ്ക്ക് എനിക്കും ഇങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഞാൻ നടത്തിയിട്ടുള്ള എത്ര റെയ്ഡുകളുടെ ക്രെഡിറ്റാണ് അന്നത്തെ സീനിയേഴ്സ് വാങ്ങിയിട്ടുള്ളതെന്ന് അറിയാമോ? പലരും ഇന്ന് കളക്ടർ റാങ്കിൽ ഇരിക്കുന്നു. അല്ല, അതിന്റെ സ്നേഹം അവർക്ക് എന്നോടുണ്ടെന്ന് കരുതിക്കോ. തനിക്കിപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് കിട്ടിയിട്ട് എന്താ ഇത്ര അത്യാവശ്യം? പ്രൊമോഷനൊന്നും ഡ്യൂ ആയി നിൽപ്പില്ലല്ലോ. എന്റെ കാര്യം അതാണോ? ഇതുപോലെ ഒരു 4-5 റെയ്ഡിന്റെ ക്രെഡിറ്റ് ഒന്ന് കിട്ടിയാൽ പ്രൊമോഷൻ ഉറപ്പാണ്. എനിക്കൊരു നന്മ വന്നാൽ അത്രയും സ്നേഹം എനിക്ക് തന്നോടുണ്ടാകത്തില്ലേ? അതെന്താ താൻ ഓർക്കാത്തത്? സഹപ്രവർത്തനം എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ രവീന്ദ്ര വേണ്ടത്? അല്ല സാർ, അത് സാരമില്ല, അറിവുകൾ കൊണ്ട് പറഞ്ഞതേ ഞാൻ കരുതും. വിഷമിക്കണ്ട, കുറെ കഴിയുമ്പം തനിക്കും കുറെ ജൂനിയേഴ്സ് ഉണ്ടാകും. അവർ കുറെ റെയ്ഡ് നടത്തും. അതിന്റെ എല്ലാം ക്രെഡിറ്റ് തനിക്കും കിട്ടും. ഇതൊക്കെ ലോക സഹജമല്ലേ? ശരി. രവീന്ദ്ര, തനിക്കിന്ന് ഫീൽഡ് ഡ്യൂട്ടി അല്ലേ? ഇതാ എന്റെ സ്കൂട്ടർ എടുത്തു. പോകുന്ന വഴിക്ക് റഹ്മാന്റെ കടയിൽ ഒരു പൊതി വെച്ചിട്ടുണ്ട്, അതെന്റെ വീട്ടിലെത്തിച്ചേക്ക്. ഞാൻ കോളേജിൽ പോകുന്നു. നീ മോളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട് വാ. See you, Daddy. എടാ പപ്പ അവിടെ നിൽക്കേ. എന്താ കുന്നേ? കോളേജിൽ പോകുന്ന വഴിക്ക് ഇവള് പറയും, പപ്പൻ ചേട്ടാ ഇത്തിരി നേരം ഞാനൊന്ന് ഡ്രൈവ് ചെയ്തോട്ടെ. നീവി ആയിരിക്കും അങ്ങുന്നിന്റെ ഒറ്റ സന്തതിയല്ലേ, ഡ്രൈവിംഗ് പഠിക്കാനുള്ള ആശയല്ലേ, നീ അങ്ങ് സമ്മതിക്കും. ഇവള് വണ്ടി കൊണ്ടുവന്ന് വല്ലയിടത്തും ചാർത്തും, ഒടുവിൽ ഞാനതറിയും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കുറ്റം അവളുടേതാണെങ്കിലും നിമ്മി എന്റെ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് അവളെ പിരിച്ചുവിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, നിന്നെ പിരിച്ചു വിടുക. അയ്യോ അങ്ങനെ? അത് മനസ്സിൽ വെച്ചോണ്ട് പോയാ മതി. മൂക്ക് നേരെ വായിച്ചല്ലേ? അങ്ങനെ പറഞ്ഞത് കേട്ടല്ലോ. വാ, കേട്ടു. ഇറങ്ങി പോരാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് കേട്ടല്ലോ. അത് ഡാഡി ചുമ്മാ തമാശ പറഞ്ഞല്ലേ? പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പ്രകൃതമാ അങ്ങനിന്റെ. എന്റെ പൊന്നു കുഞ്ഞെ, ഒരു ഭാര്യയും 5 കുട്ടികളുള്ള പരാധീനക്കാരനാണ് ഈ ഞാൻ. എന്റെ വയറ്റിപ്പഴം മുട്ടിക്കല്ലേ. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഞാൻ പറയുന്ന കേൾക്കാതിരുന്നാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? ജോലിയും പോവും, കാരണത്തിട്ട് നല്ല പെടയും കിട്ടും. കുഞ്ഞിന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യമാണ് കേട്ടോ. പിന്നെ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പം ഞാൻ കണ്ണു കലക്കി ഡാഡിയുടെ മുന്നിൽ നിന്നൊന്ന് ചിണുങ്ങും. എന്നിട്ട് പറയും, ഡാഡി ഇനി മുതൽ ഞാൻ പപ്പൻ ചേട്ടന്റെ കൂടെ കാറിൽ പോയില്ല. എന്താ മോളെ കാര്യമെന്ന് ഡാഡി ചോദിക്കും. പ്രായമായ ഒരാളാണല്ലോ എന്ന് വിശ്വാസത്തിലാണ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നത്. റോഡിൽ ആളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ പപ്പൻ ചേട്ടൻ എന്റെ മുഖത്ത് നോക്കി വല്ലാത്തൊരു ചിരി. കുഞ്ഞ് അനാവശ്യം പറയരുത്. വണ്ടി അരികെ ചേർത്ത് നിർത്തി. പിന്നെ കൈയെടുത്ത് എന്റെ ചുമലിൽ വെച്ചു. അയ്യോ! ഞാൻ കിടന്ന് നിലവിളിച്ചപ്പോ ഒന്നും അറിയാത്ത പോലെ വണ്ടി വിട്ടു. നീ എന്റെ മോളെ. അയ്യോ! അയ്യോ!
എന്റെ ഈശോയെ, ജോലി പോയാലും വേണ്ടില്ല, നാട്ടക്കേസിന് തല്ലുകൊള്ളാൻ ഈ പപ്പടം കിട്ടില്ല. വണ്ടി ഓടിക്കേ ഇടിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യും. ആവോ. താങ്ക് യു പപ്പൻ ചേട്ടാ. ആ ഇരിക്കാൻ പോകുമ്പോ എന്ത് താങ്ക് യു. എന്റെ പൊന്നു മോളെ, ദേ ഇരിച്ചോ. ചെല്ലേ ചെല്ലേ, എവിടെങ്കിലും കൊണ്ടിടിക്ക്. ആഹാ, ചൂളടിക്കുക. അയ്യോ, പോസ്റ്റ് പോസ്റ്റ്. അയ്യോ, ഒന്നില്ലെങ്കിൽ പറമ്പിൽ കോർ ഓടിക്കുക, അല്ലെങ്കിൽ റോട്ടിൽ കോർ ഓടിക്കുക. മനുഷ്യനെ ഭയപ്പെടുത്തില്ലേ പപ്പൻ ചേട്ടാ? അയ്യോ, നേരെ പോട്ടെ. അയ്യോ, സൈക്കിള് സൈക്കിൾ വരട്ടെന്നേ, ഞാൻ കണ്ടു. അവൻ ബാക്കിയുള്ളവൻ അവൻ രക്ഷപ്പെട്ടു. പപ്പൻ ചേട്ടാ, ഈ റോഡ് ശരിയല്ല. റോഡൊക്കെ ശരിയാ മോളെ. അയ്യോ അയ്യോ അയ്യോ, ദേ കാണാ. ബ്രേക്ക് ചവിട്ട് മോളെ. എന്റെ തലയില്. ആ കാളയും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കാട്ടോ. ആ ദേ 2 സൈക്കിളുകാർ പോകും. അയ്യോ മോളെ, ഒന്ന് ഒതുക്ക്, ഒന്ന് ഒതുക്ക്. മാറടാ. സ്കൂട്ടർ വരൂ. ബ്രേക്ക് ചവിട്ട്. പിടിക്കണോ? ഒന്നും പറ്റില്ല കാര്യമായിട്ട്. ഭാഗ്യം. ആര് പറഞ്ഞൊന്നും പറ്റില്ല. അയ്യോ, എന്റെ സ്കൂട്ടർ കിടക്കുന്ന കിടപ്പാണ്ടില്ലേ? പബ്ലിക് റോഡ് വെച്ചാണ് നിങ്ങൾ ഡ്രൈവിംഗ് ഓടിക്കുന്നത്? അയ്യോ, ഞാനല്ല സർ കാർ ഓടിച്ചത്, പപ്പൻ ചേട്ടനാ. ഞാനോ? മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്നു. ഞാൻ കണ്ടതല്ലേ നിങ്ങൾ ലക്കിൽ ലഗാനുള്ള കാർ ഓടിച്ചു വരുന്നത്. ആ അരിയിൽ നിന്ന് ആശാരിച്ചേ കടിച്ചു, പിന്നെ നിന്ന് മോങ്ങുന്നോ? ഒന്ന് പതുക്കെ കരകൊച്ച, നാട്ടുകാർ കണ്ട കേസ് വേറെയാവും. പോട്ടെ സാറേ, ഒരു അബദ്ധം പറ്റി. വണ്ടി നന്നാക്കാൻ എത്ര ചെലവെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഡാഡിയുടെ നിന്ന് വാങ്ങിച്ചു. ഏത് ഡാഡി? ഈ കുഞ്ഞിന്റെ ഡാഡിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരും. നമുക്ക് കേസിന് റെക്കോർഡിനൊന്നും പോണ്ട. എടോ, എന്റെ കൈയും കാലും ഞാൻ താങ്ങ് ഉത്തരവാദം ചെയ്യൂ. എല്ലാം പോട്ടെ സാറേ, ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കേ. വർക്ക്ഷോപ്പുകാരുടെ ബില്ല് നാളെ രാവിലെ കൃത്യമായിട്ട് എത്തിച്ചു തന്നേക്കണം. അത് ഞാൻ ഏറ്റു. അയ്യോ, കുഞ്ഞിന്റെ കരച്ചിലാ തടി രക്ഷപ്പെടുത്തിയത്. ഇത്തരം അക്കടി പറ്റുമ്പോ ദൈവം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് അറിഞ്ഞു തന്നിരിക്കുന്ന ഒരു ആയുധമായി കരച്ചില്. ഈ കണ്ണീരിന്റെ മുമ്പില് കസ്റ്റംസ് അല്ല ഏത് പോലീസും വീഴും. പിന്നെ പിന്നെ അതിന് വേറെ ആളെ നോക്കിയാ മതി. വർക്ക്ഷോപ്പിലെ കാശ് നാളെ രാവിലെ കൊണ്ട് തന്നില്ലെങ്കിലേ അപ്പൊ കാണാൻ ആരാ വീണെന്ന്. സാറേ, അത് ഞാൻ കൊണ്ടുപോടോ. എടാ, രാവിലെ വണ്ടിയുമായിട്ട് കോളേജിലേക്ക് പോയപ്പോഴാ നിന്നോട് പറഞ്ഞതല്ലേ വണ്ടി ഓടിക്കാൻ കൊടുക്കരുതെന്ന്? അങ്ങനെ അത് ഇല്ല ഡാഡി, പപ്പൻ ചേട്ടൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല. പിന്നെ പപ്പൻ ചേട്ടൻ തന്നെയാ വണ്ടി ഓടിച്ചത്. ആക്സിഡന്റ് ഉണ്ടായപ്പോഴോ? ഒന്നും പറയണ്ട ഡാഡി, ഞാൻ ബാക്ക് സീറ്റിലിരിക്കുന്നു, പപ്പൻ ചേട്ടൻ ഫ്രണ്ട് സീറ്റിലും. വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോ പുറകോട്ട് തിരിഞ്ഞു തുടങ്ങും. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് കണ്ട സിനിമയുടെ കഥ പറയാൻ. വണ്ടി ഓടിക്കുമ്പോ കഥ പറയണ്ട, കഥ വൈകിട്ട് മതിയെന്ന് പറഞ്ഞാ കേക്കൂല. താക്കോലോടേക്ക് അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചും ജോലി ചെയ്തൊക്കെ മതി. പോട്ടെ ഡാഡി, നമ്മളായിട്ട് ഒരുത്തന്റെ വയറ്റിപ്പഴുപ്പ് ഇല്ലാതാക്കണ്ട. ഇനി മുതൽ സൂക്ഷിച്ചോണം. വേണ്ട വേണ്ട, ഇങ്ങനെ തരം വെച്ചു കൊടുത്താൽ ഇവൻ. ഞാനല്ലേ ഡാഡി പറയുന്നത്, ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിച്ചേക്ക്. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടായാൽ റെക്കമെൻഡേഷൻ എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ശരി ശരി. ആ സ്കൂട്ടറുകാരന് വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട കാശ് എത്രാന്ന് വെച്ചാ രാവിലെ ഓഫീസിൽ ചെന്ന് വാങ്ങിച്ചോ. പിന്നൊരു കാര്യം, ആ കാശ് ഞാൻ നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഇനി മേല നീ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകണ്ട. അഥവാ പോയാൽ തന്നെ കണ്ട സിനിമയുടെ ചവറ് കഥയൊന്നും എന്റെ മോക്ക് പറഞ്ഞു കൊടുക്കണ്ട, മനസ്സിലായോ? കുഞ്ഞെ, അവിടെ നിന്നേ. എന്താ? ആക്സിഡന്റ് സ്ഥലത്ത് ഞാനാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു. അത് പിന്നെ പോട്ടെ, അവിടെ നിന്ന് പിഴയ്ക്കാനാണെന്ന് വെക്കാം. ഇവിടെ അങ്ങുന്നിന്റെ മുമ്പില് ഇതൊരു കൊടും ചതിയായി പോയി കുഞ്ഞെ. സെക്കൻഡ് ഷോ സിനിമയുടെ കഥ പറഞ്ഞെന്ന് ഞാൻ സിനിമ കണ്ട കാലം മറന്നു. ജ്ഞാനസുന്ദരി കണ്ടതിൽ പിന്നെ ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. ജോലി പോവാതെ ഞാൻ ഒപ്പിച്ചില്ലേ, അതുപോരെ? വർക്ക്ഷോപ്പിലെ കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാ ഞാൻ എവിടെ നിർത്താ ചെലവിന് കൊടുക്കുക? വെരി സിമ്പിൾ. മാസാമാസം ഡാഡി പിടിക്കുന്ന കാശ് എന്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ തരുന്നു. ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ അപ്സെറ്റ് ആയല്ലോ പാപ്പൻ ചേട്ടാ. കുറെ കൂടി ചങ്കുറപ്പ് വേണ്ടേ? എന്റെ മോളെ, നീ എന്റെ ജീവനും കൊണ്ടേ പോ.
കയ്യിൽ കുറച്ച് കാശ് വന്നുപോയി. അതിന്റെ അന്തസ് കാണിക്കാനും 4 ആളുടെ മുമ്പിൽ ആളാകാനും വേണ്ടി. എന്നാലും എന്റെ പൊന്നു മക്കളെ ഈ കുപ്പായിച്ചിരി കട്ടിയ. എന്റെ പൊന്നപ്പാ ഒന്ന് ചൊറിയാണ്ടിരി. നോക്കൂ, അവര് വരുമ്പോഴും അപ്പൻ ഇങ്ങനെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പൊന്നു മക്കളെ, എനിക്ക് ഈ കാൽസറായിട്ട് അപ്പ തുടങ്ങും ചൊറിയാൻ. നല്ല ഒന്നാം തരം ചേന്നമംഗലം കൈലിയും പെന്നിനാ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള അല്ലടാ. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഇടുന്നത്. എന്ത് ചെയ്യാം, കാലത്തിന്റെ ഓരോ പോക്കേ. ഓ എന്റെ അപ്പാ, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക, അവിടെ എന്തിരുന്നിട്ട് അപ്പൻ ഈ ചൊറിച്ചിൽ ചൊറിയുന്നത്? അപ്പൻ അപ്പൻ്റെതായ ഒരു സ്റ്റൈലിൽ അങ്ങനെ. എടാ മക്കളെ, ഞാൻ നിങ്ങളെ പോലെ കുട്ടിക്കുറായും യാട്ടിലും ഒന്നും തേച്ചിട്ടല്ല വളർന്നത്. നല്ല ഒന്നാന്തരം മീൻചതുമ്പലിന്റെ ഇടയിൽ കടലിലും കടപ്പുറത്തും കിടന്ന് ചോര വെള്ളമാക്കിയിട്ടാണ് നീർന്നു നിൽക്കാൻ പഠിച്ചത്. അതിന്റെ കുറെ ചൊറിച്ചിൽ കാണും. എന്തു പറഞ്ഞാലും അപ്പ തുടങ്ങും കുറെ നാറുന്ന പഴംപുരാണങ്ങൾ. ഈ അപ്പന്റെ ഒരു സ്വഭാവം അതെങ്ങനെയാ? കാക്കുളിച്ച കൊക്കാവും. അപ്പാ പൈപ്പ് അങ്ങനല്ല പിടിക്കേണ്ടത്, ഇതാ ഇങ്ങനെയാ. എങ്ങനെയെങ്കിലും പിടിച്ചാ പോരടാ. അയ്യോ അത് പോരപ്പാ. സർക്കാരിനെ നാട്ടുകാരെയും കവളിപ്പിച്ച് 5-6 പുത്തൻ തട്ടിക്കൂട്ടി നേരിച്ച് മൂലം മറക്കരുത്. ദൈവദോഷം ഉണ്ടാവും. അലച്ചാണ്ട ചെയ്യല. അപ്പനൊന്നും മറക്കണ്ട, തൽക്കാലം ഒന്നും ഉണ്ടായിരുന്നാ മതി. ഇന്ന് അത് വലിച്ചോണ്ടിരി. പണ്ടാടെ കേട്ട സേട്ടൂന് എന്താ ഇതുവരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തത്? എനിക്ക് ഇതും കൂടെ ആയപ്പോ ആകെ ഒരു പ്രശ്നം. അപ്പ ഒന്ന് ചുമക്കാതിരി. പൈപ്പ് വലിച്ച് ചുമക്കാന്ന് പറഞ്ഞാൽ തന്നെ നാണക്കട. നീ പോയി 2 എണ്ണം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടത് സോഡ അതൊക്കെ ഒഴിച്ച് വെറുതെ പോകണം കിടത്തണ്ട. അത്ര നിർബന്ധമാണേ. 2 ഐസ് കെട്ട് ഇട്ടു. ഞാൻ കൂടെ. പിടിച്ചേ, എനിക്കൊരു സംശയം. അന്ന് ഹോട്ടൽ റെയ്ഡ് നടന്നപ്പോ നമ്മുടെ സിൻഹയെ പിടിച്ചത് രവീന്ദ്രൻ എന്ന് പേരുള്ള ഒരു ഓഫീസറാണെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ ഇങ്ങനെ നാണക്കുട്ടൻ നായരുടെ പേര് പത്രത്തിൽ വന്നത്? അതല്ലേ അതിന്റെ ഒരു കളി. നാണക്കുട്ടൻ നായർ ആരാ പുള്ളി? അയാളെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അറിവ് തന്നേനെ. ഏതായാലും വകതിരി കേട്ട പിള്ളേര് കയറി പിടിച്ചു. എന്നാ പിന്നെ അത് അയാളുടെ കണക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. സർക്കാരിനും വല്ലപ്പോഴും ഒരു സന്തോഷമാകട്ടെ. ജില്ലയല്ലേ കാര്യപ്പെടാ മോൻ. പക്ഷെ ദോഷം പറയരുതല്ലോ, നന്ദിയുള്ളവനാ. കൊടുക്കുന്ന കാശിനുള്ള കൂറ് നമ്മോട് അവനുണ്ട്. മുതലാളി ഏതാ ഡബിള്? എല്ലാം ഡബിളാ. അപ്പാ, ഈ ഫ്രെഡിച്ചാൻ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ പോയതുകൊണ്ടല്ലേ നമ്മുടെ 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പിടിച്ചത്? അന്ന് ഞങ്ങളെ കൂടെ കൂട്ടിന് കൊണ്ടുവരുന്ന ഇങ്ങനെ വല്ല സംഭവിക്കായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനെങ്കിലും ഊരിഞ്ഞു പോന്നു. അതവൻ പറഞ്ഞാ ശരി. 3 കൂടെ പോരുന്ന ഇപ്പൊ സിനിമയോട് അഴിക്കാത്ത കിടന്നേനെ. 4 ലക്ഷം രൂപയുടെ ഉരുപ്പടികളാ പോയത്. പോട്ടപ്പാ, 400 കിട്ടുമ്പോ 4 ലക്ഷം ഒരു പ്രശ്നമാണ്. ഹലോ, യെസ് സ്പീക്കിംഗ്. We are all waiting for you. It's all right. Fix it up for tomorrow. Okay, thank you. അപ്പോ സേട്ട് നാളെ വരുള്ളൂ. എന്നാ പിന്നെ അതൊക്കെ നേരത്തെ പറഞ്ഞു വലിക്കാൻ പാടില്ലായിരുന്നു. 4-5 കോടി ഏർപ്പാടെന്നിരിച്ച് ഞാൻ ഈ കുന്ത്രാണ്ടൊക്കെ വലിച്ചു വാരിയിട്ടത്. എടാ പറഞ്ഞോ, നീ ഒരു കാര്യം ചെയ്. ആ കുപ്പിയും ഗ്ലാസ് ഒക്കെ എടുത്ത് മിറ്റത്ത് പോയി. ഞാനിതൊക്കെ ഒന്ന് ഊരി കളഞ്ഞിട്ട് മുണ്ടും പെണ്ണിനും എടുത്തോണ്ട് വരാം. അപ്പനുള്ളത് മുറ്റത്ത് പോവാ, ഞങ്ങൾക്കുള്ളത് മുറിയില്. മനസ്സിലായി? ശരി. കുഞ്ഞെ, ഞാൻ നമ്മുടെ കസ്റ്റംസ് നിൽക്കുന്നു. വണ്ടി നിർത്തു. ഹലോ. ഹലോ. വർക്ക്ഷോപ്പിലേക്കുള്ള കാശ് കൊടുത്തയച്ചത് കിട്ടിയോ? കിട്ടി. ഓഫീസിൽ പോയി നിൽക്കുകയായിരിക്കും. അതെ. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്. ഞാൻ ബസ്സിൽ പോയിക്കോളാം. പേടിക്കണ്ട, ഇന്ന് ആക്സിഡന്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ, സാരഥി വേറെയാണ്. വേണ്ട, താങ്ക്സ്. കം ഓൺ പ്ലീസ്. വേണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. അയ്യോ, ഇന്ന് ബസ്സൊക്കെ സ്ട്രൈക്കാണ്, അറിഞ്ഞില്ലേ? ഇല്ല. വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പോട്ടെ. അല്ല, ബസ് സ്ട്രൈക്ക് ആണെങ്കിൽ ഞാനും കൂടെ വരട്ടെ, ഒരു ലിഫ്റ്റ്. അങ്ങനെ വഴിക്ക് വാ സാറേ. കം ഓൺ.